പേടിക്കാനൊന്നുമില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു മാനസിക രോഗിയെ കണ്ടു. പാവം ഒന്ന് അഴുത്ത് പിടിച്ചിരിക്കുക. ഞാൻ വിചാരിച്ചു ഇന്നെടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് ആശുപത്രിയിലാക്കാൻ. ആ പാവം കയറി കടിച്ചത്. പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവനെ അങ്ങ് എടുത്ത് ആശുപത്രിയിലാക്കി. കുറച്ച് പേരുള്ള ചേർന്ന് പ്രശ്നമൊന്നുമില്ല. നിങ്ങളിങ്ങനെ കണ്ട ഭ്രാന്തന്മാരെയും കള്ളുകൂടിയന്മാരെയൊക്കെ കാട്ടി അടിയൊക്കെ കൊണ്ട് നടന്നോ? ഒരു കൊച്ചുവിടെ പനിച്ച് വിറച്ച് കിടക്കുന്നു. എന്തെങ്കിലും അറിയണോ? അയ്യോ, നോക്കെന്ത് പറ്റി? ഇതിലേക്ക് നല്ല പനിയുണ്ടല്ലോ. നീ ഒന്നും കൊടുത്തില്ലേ? ആ, കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നു. കൊച്ചിന് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ ഒരെന്നുള്ള അരിയില്ല. നിങ്ങളിങ്ങനെ മനുഷ്യസേവനം ജനസേവനം പറഞ്ഞു നടന്നു. വീട്ടിലുള്ളവരെ കുറിച്ച് ഒരു വിചാരം വേണ്ട. നിങ്ങളിപ്പോ എല്ലാരും കൂടെ പിടിച്ചിട്ട് ചേർന്നാലാക്കുമല്ലോ. നീ എന്നെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താറ്? പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുള്ളതല്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നീ കുഞ്ഞിന് എന്തെങ്കിലും ചൂടുവെള്ളം വല്ലതും കൊടുക്കും. എന്നിട്ട് ഒരു കാര്യം ചെയ്യും. എന്നിട്ട് ഈ തുണിയൊന്ന് നനച്ച് നെച്ചിൽ വെച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ശരിയാമേ, ഇത് വെറും 50 രൂപയല്ലേ ഉള്ളൂ. ഞാനത് നാളെ അരി വാങ്ങിക്കാൻ പറ്റുന്ന കാശ്. നിങ്ങളുടെ കാലം അല്ലെങ്കിൽ എന്നാ ഉള്ളത്? നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഞാൻ എങ്ങനെ ഇരുന്നതാ? കണ്ടില്ലേ? ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി? ഏരിയാമേ, നീ വിഷമിക്കാതെ, ദൈവം തരും. ദൈവം തരും. ലക്ഷങ്ങൾ നോക്കിയുള്ള പ്രവർത്തനമല്ല എൻ്റെ. നിനക്കറിയാം, എൻ്റെ പ്രവർത്തനങ്ങൾ നീ വെറും ലക്ഷങ്ങൾ കൊണ്ട് അവതരിപ്പിക്കും. എന്തായാലും പോകട്ടെ. എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ചു. നമുക്കത് പ്രാർത്ഥിക്കും. വിഷമിക്കാൻ ഞാൻ പുറത്തുപോയി ആവശ്യത്തിന് ചോദിക്കും. നേരം എടുത്തോട്ടെ. കാശ് കിട്ടുമ്പോൾ നമുക്ക് ആശുപത്രി നമുക്കിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയല്ല, അവരൊരു നല്ല കാര്യത്തിന് വരുന്നത്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. നീ ഒരു കാര്യം ചെയ്യും. അവർ പേര് വരുന്നതിന് കുഞ്ഞിനെ അകത്തോട്ട് കൊണ്ടുവരും.
പോലും